ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു CNN ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ നടത്തണമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റാ സെറ്റ് എന്ന് പറയുന്നത് MNIST എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റാ സെറ്റാണ്. അത് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഡിജിറ്റ്സിൻ്റെ ഇമേജിൻ്റെ കളക്ഷനാണ്. അതിൽ വരുന്നത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഇമേജസ് ആണ്. അതേപോലെ അതിൻ്റെ ഡയമെൻഷൻ വരുന്നത് 28x28 ആണ്. അപ്പോൾ നമുക്ക് നോക്കിയത് എങ്ങനെ ചെയ്യണമെന്ന്. എപ്പോഴും ചെയ്യണോട്ട് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വേണ്ട പാക്കേജും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, നംപൈയും മാറ്റ്പ്ലോട്ടും നമ്മൾ ബാക്കി എല്ലാത്തിലും ചെയ്തേക്കണതാണ്. അത് ഒഴിച്ചുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് പുതിയതായിട്ട് തോന്നാം. ഓൾറെഡി യൂസ് ചെയ്യണവരുണ്ടാവും ചിലപ്പോൾ. ഇത് നമ്മൾ ചെയ്തേക്കുന്ന വീഡിയോസ് വെച്ച് നോക്കിയാൽ ഇത്തരം ഭാഗമാണ് ഇതുവരെ ചെയ്ത വീഡിയോയിൽ നിന്ന് പുതിയതായിട്ട് വന്നേക്കണേ. ബാക്കി എല്ലാ പാക്കേജസും നമ്മൾ ഓൾറെഡി പറഞ്ഞേക്കണതാണ്, നിങ്ങൾക്ക് ഫെമിലർ ആയിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ പാണ്ടാസ് കാണാൻ പറ്റില്ല. കാരണം പാണ്ടാസ് നമ്മൾ ടാബുലർ ആയിട്ടുള്ള ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് അത് പ്രോസസ്സിങ്ങിനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണേ. ഇവിടെ നിങ്ങൾക്കറിയാം ഇമേജാണ് ഡാറ്റ സെറ്റ്, അതുകൊണ്ട് തന്നെ പാണ്ടാസിൻ്റെ യൂസ് ഇവിടെ വന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ പാക്കേജും. ടെൻസർഫ്ലോ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡാറ്റ സെറ്റിന് വേണ്ടിയിട്ട് കേരാസിലെ ഡാറ്റ സെറ്റിൽ നിന്ന് MNIST എന്ന് പറയുന്നത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് MNIST ഡാറ്റ സെറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതാണ്. അടുത്തത് നമുക്ക് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ന്യൂറൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സീക്വൻഷ്യൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കേരാസ് മോഡൽസിലാണ് അതിരിക്കണേ, സീക്വൻഷ്യൽ. അടുത്തത് നമുക്ക് വേണ്ട ലെയേഴ്സ്. ഇത് ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കാൻ പോണ CNN, നമ്മളുണ്ടാക്കാൻ പോണ നെറ്റ്വർക്കിൽ വന്ന പല ഡിഫറെൻറ്റ് ലെയേഴ്സാണ്. കൺവല്യൂഷൻ ലെയറിന് വേണ്ടിയിട്ടുള്ളതാണ് 2D എന്നുള്ളത്. 2 ഡയമെൻഷനിലാവുകൊണ്ടാണ് ഈ 2D എന്നുള്ളത്. അതേപോലെ മാക്സ് പൂളിങ്ങിന് വേണ്ടിയിട്ടുള്ള ലെയറാണ്. ഫ്ലാറ്റേൺ ഉണ്ട്, ഡെൻസ് ഉണ്ട്. ഇത് ഓരോന്ന് എന്താണെന്ന് ആ ലെയറിൻ്റെ ആർക്കിടെക്ചർ എത്തുമ്പോൾ പറയാം. പിന്നെ ഇമ്പോർട്ട് ചെയ്താണ് കാര്യമാണ് 2 കാറ്റഗറിക്കൽ. അത് നമ്മൾ ഈ കേരാസിലുള്ള വേറൊരു ഫംഗ്ഷനാണ് വൺ ഹോട്ട് എൻകോഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണേ. നമ്മുടെ കാറ്റഗറിക്കലായിട്ടുള്ള വേരിയബിളിനെ വൺ ഹോട്ട് എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ 2 കാറ്റഗറിക്കൽ. അതും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡാറ്റ സെറ്റ്, അതേപോലെ മോഡൽ ക്രിയേറ്റ് ചെയ്യാനുള്ളത്, പിന്നെ മോഡലിലെ പല നെറ്റ്വർക്കിൻ്റെ പല ലെയേഴ്സ്, പിന്നെ വൺ ഹോട്ട് എൻകോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തേക്കണേ. ഇപ്പോൾ റണ്ണായുണ്ട്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഡാറ്റ സെറ്റ് ലോഡ് ചെയ്യാന്നുള്ളൂ. ഇവിടെ പിന്നെ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ആകെ നോർമലൈസേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കാറ്റഗറിക്കൽ ഇതിനെ വൺ ഹോട്ട് എൻകോഡ് ചെയ്യാന്നുള്ളതും ഉണ്ട് ഔട്ട്പുട്ടിനെ. ബാക്കിയെല്ലാം വേറെ ഒന്നും ചെയ്യാനില്ല ഇമേജിൽ. അപ്പോൾ ആദ്യം തന്നെ ഡാറ്റ സെറ്റ് ലോഡ് ചെയ്യാന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി നിങ്ങൾ MNIST ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. MNIST.load ഡാറ്റ കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക് ഡാറ്റ സെറ്റ് ലോഡാവും. ഇതിങ്ങനെ ഒരു ടപ്പിൾ ഫോമില തന്നെ. ഇത് റണ്ണായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ട്രെയിനിങ്ങിൻ്റെ ഇതെല്ലാം ഈ എക്സ്റ്റൈൻ വൈ ട്രെയിനിലേക്കും, അതുപോലെ ടെസ്റ്റിങ്ങിൻ്റെ ഡാറ്റ എല്ലാം എക്സ് വൈ ടെസ്റ്റിലേക്കും ലോഡായിക്കോളും. ഇത് ഈ ഒരു സിൻടാക്സിൽ തന്നെ കൊടുക്കുക. ആദ്യം ട്രെയിനിങ്ങിൻ്റെ വേരിയബിൾസും അതൊരു ടപ്പിളാക്കി കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ടെസ്റ്റിങ്ങിനുള്ള ഡാറ്റയുള്ള വേരിയബിൾസ് ഒരു ടപ്പിളായിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് റണ്ണായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഇതിൻ്റെ അകത്തേക്ക് ഇത് വന്നോളും. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് ഇപ്പോൾ ഡാറ്റ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇമേജിൻ്റെ ഓരോന്നിനും നമ്മൾ നോർമലൈസേഷൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഉള്ള വാല്യൂസ് എല്ലാം 255 വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു പിക്സലിൻ്റെ മാക്സിമം വന്ന വാല്യൂ എന്ന് പറയുന്നത് 255 ആണ്. അപ്പോൾ അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള എല്ലാവരും ഈ 0 to 1 എന്നുള്ള റേഞ്ചിലേക്ക് ചേഞ്ച് ആയി കിട്ടും. അതാണ് ഇവിടെ ചെയ്യണേ. അപ്പോൾ ഈ ഒരു പരിപാടി ചെയ്ത് കഴിയുമ്പോൾ അത് 0 to 1 എന്നുള്ള റേഞ്ചിൽ നോർമലൈസ് ആയി കിട്ടും. ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല, ആ വേരിയബിളിനെ ഡയറക്റ്റ് 255 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അടുത്താണ് വൺ ഹോട്ട് എൻകോഡിങ്. നമുക്കറിയാം നമ്മുടെ ഇതിൽ 10 ക്ലാസ്സുകളുള്ള, 10 ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് 0 തൊട്ട് 9 വരെയുള്ള 10 ഡിജിറ്റുകളാണ് 10 ക്ലാസ് എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിക്കണേ. അപ്പം നമ്മൾ നമ്മുടെ ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ 2 കാറ്റഗറിക്കൽ ഉപയോഗിച്ചിട്ട് വൺ ഹോട്ട് എൻകോഡഡ് ആയിട്ട് മാറ്റും, 10 ക്ലാസ് ആക്കി മാറ്റും. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത് കൊടുക്കണ പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര ക്ലാസ് ഉണ്ടെന്നുള്ളതാണ്. ഇത് കൊടുത്തില്ലെങ്കിൽ എന്താ പറ്റണമെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ഇത് തന്നെ ഇമേജിൻ്റെ ഫീച്ചറൊക്കെ അനുസരിച്ച് ഡിറ്റക്റ്റ് ചെയ്ത് ക്ലാസ്സുകളെ അതിൽ നിന്ന് തരംതിരിക്കും. അതെപ്പോഴും കറക്റ്റ് ആവണമെന്നൊന്നുമില്ല. അത് കാരണം നമ്മളിവിടെ ഒന്നില്ലെങ്കിൽ നമ്പർ ഓഫ് ക്ലാസ്സസ് ആയിട്ട്
പാരാമീറ്റർ മെൻഷൻ ചെയ്യും. നമുക്ക് ഇവിടെ അറിയാം 10 ക്ലാസ് ഉള്ളതെന്ന്. അത് കാരണം നമ്മൾ ഡയറക്റ്റ് 10 ക്ലാസ് എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തേക്കാണ്. അപ്പോൾ 2 കാറ്റഗറിക്കൽ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് ഇതിനെ 1 ഹോട്ട് എൻകോഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റൺ ചെയ്യാം. റണ്ണായിട്ടുണ്ട്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ട കാര്യങ്ങളൊക്കെ വെച്ച്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സീക്വൻഷ്യലിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു മോഡൽ എന്നുള്ള പേരിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പൊതുവെ നമ്മൾ മോഡൽ എന്നുള്ള പേരാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സീക്വൻഷ്യലിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് എനിക്ക് എന്തോരം വേണമെങ്കിലും ലെയേഴ്സ് ആഡ് ചെയ്താൽ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്യണത് ഒരു കൺവല്യൂഷണൽ ലെയറാണ്. കൺവല്യൂഷൻ ലെയർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ഫിൽറ്റർ വെച്ച് പാസ് ചെയ്ത് ഈ ഇമേജിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻറ്റ് അതിൽ നിന്ന് ഫീച്ചേഴ്സ് ഡിക്റ്റേറ്റ് ചെയ്യണതിനാണ് ഈ കൺവല്യൂഷൻ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോൺ 2D എന്നാണ് ഈ ലെയറിന് നമ്മൾ പറയുന്ന പേര്. അപ്പോൾ അതിൻ്റെ വന്ന പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാരാമീറ്റർ എത്ര ഫിൽറ്റർ വേണമെന്നുള്ളതാണ്. ഇവിടെ എത്ര ഫിൽറ്റർ കൊടുക്കണോ അത്രയും ഫീച്ചേഴ്സ് ഈ ഇമേജിൽ നിന്ന് ഈ ഒരു ലെയർ നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ 6 ഫിൽറ്ററാണ് ഞാൻ കൊടുത്തതെന്നുണ്ടെങ്കിൽ 6 ഫീച്ചേഴ്സാണ് ഇത് അതിൽ നിന്ന് ഡിറ്റക്റ്റ് ചെയ്യുക. അടുത്തത് കേണൽ സൈസ് എന്ന് പറയുന്നത് ആ ഫിൽറ്ററിൻ്റെ ഡയമെൻഷനാണ്. ഏത് സൈസിലുള്ള ഇതാണ് ഇതിൽ കൂടി പാസ് ചെയ്യണ ഇമേജ്, ആ ഹൈറ്റ് വിടുത്തുള്ള ആ സംഭവമാണ് 5,5 എന്ന് പറഞ്ഞ് കൊടുത്താണ്. പിന്നെ ആക്ടിവേഷൻ ഫംഗ്ഷൻ റെലു ആണ്. ഇൻപുട്ട് ഷേപ്പ് ഇത് ഈ മോഡൽ അക്സെപ്റ്റ് ചെയ്യണ ഇമേജിൻ്റെ ഇൻപുട്ട് സൈസാണ് ഇവിടെ ഡിഫൈൻ ചെയ്യണത്. ഞാൻ ഓൾറെഡി തുടക്കം പറഞ്ഞു ഇതിലിരിക്കുന്ന ഇമേജിൻ്റെ എല്ലാം സൈസ് 28,28 ആണ്. മൂന്നാമത് കൊടുത്തത് ചാനൽ നമ്പറാണ്. അവൻ പറഞ്ഞിരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആണെന്ന്. അത് കാരണം ഇത് 1 ആണ്. RGB ഇമേജ് ആണെങ്കിൽ ഇവിടെ 3 ആയിരിക്കും. അപ്പോൾ ഇത്ര ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് കൺവല്യൂഷണൽ ലെയറാണ്. അതിൽ പറഞ്ഞ ഫസ്റ്റ് സാധനമാണ് നമ്മുടെ കോൺ 2D. അങ്ങനെയാണ് കോൺവല്യൂഷണൽ ലെയർ കൊടുക്കണേ. അതിൻ്റെ പാരാമീറ്റേഴ്സാണ് ഞാൻ പറഞ്ഞത്. ആദ്യം വന്നത് എത്ര ഫിൽറ്റർ വേണമെന്നുള്ളത്, കൗണ്ട്, പിന്നെ ഫിൽറ്ററിൻ്റെ സൈസ്, ആക്ടിവേഷൻ ഫംഗ്ഷൻ, ഇതെടുക്കണ ഇൻപുട്ടിൻ്റെ സൈസ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യണം ഈ കൺവല്യൂഷൻ ലെയർ കഴിഞ്ഞ് വീണ്ടും അടുത്ത ലെയർ ആഡ് ചെയ്യാൻ പോണത് പൂളിങ്ങിന് വേണ്ടിയിട്ടുള്ള ലെയറാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചാണ് പൂളിംഗ് എന്ന് പറയുന്നത് മാക്സ് പൂളിംഗ് ആണ്. നമ്മൾ നോക്കിയിട്ട് മാക്സിമം വാല്യൂ കൺസിഡർ ചെയ്യണതാണ് മാക്സ് പൂളിംഗ് എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പം മാക്സ് പൂളിംഗ് 2D പൂൾ സൈസാണ് ഇവിടെ കൊടുത്താണ്. 2x2 ആണ് ഇവിടെ പൂളിങ്ങിന് ഉപയോഗിച്ചാണ് സൈസ്. വീണ്ടും ഈ പൂളിങ്ങിൻ്റെ ഔട്ടിൽ നിന്ന് വന്ന അടുത്ത ലെയർ എന്ന് പറയുന്നത് ഒരു കൺവല്യൂഷൻ ലെയർ തന്നെയാണ് നമ്മൾ കൊടുത്താണ്. അപ്പോൾ ഇവിടെ ഫിൽറ്ററിൻ്റെ സൈസ് കൊടുത്താണ് 16 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് 16 ഫീച്ചർ ഡിറ്റക്റ്റ് ചെയ്യും. പിന്നെ വീണ്ടും കേണൽ സൈസ് സെയിം തന്നെയാണ് കൊടുത്താണ് 5x5. ആക്ടിവേഷൻ റെലു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പൂളിംഗ് ലെയർ കൊടുത്തിട്ടുണ്ട് 2x2. പിന്നെ കൊടുത്താണ് ലെയറാണ് ഫ്ലാറ്റൻ. ഈ ഫ്ലാറ്റൻ എന്ന് പറഞ്ഞ ലെയർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഇനി വന്നത് ഒരു ഡെൻസ് ലെയറാണ്. ഡെൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ ന്യൂറോണും കണക്റ്റഡ് ആയിട്ടുള്ള ലെയറിനാണ് ഡെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെൻസ് ലെയറിലേക്ക് ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ അത് ഒറ്റ ഡയമെൻഷനിലായിരിക്കണം. സിംഗിൾ ഡയമെൻഷനുള്ള വെക്റ്റർ ആണെങ്കിൽ മാത്രം ഡെൻസിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മാക്സ് പൂളിങ്ങും കൺവല്യൂഷനും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടണ ഔട്ട്പുട്ടിനെ ആ സിംഗിൾ ഡയമെൻഷനുള്ള വെക്റ്ററാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലെയറാണ് ഫ്ലാറ്റൻ. ഇതിലേക്ക് മൾട്ടി ഡയമെൻഷനിൽ ഇൻപുട്ടാണ് വരാം. പക്ഷേ ഇതിൽ നിന്ന് തന്നെ ഔട്ട്പുട്ട് ഒരു സിംഗിൾ ഡയമെൻഷനിലുള്ള വെക്റ്ററായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തേക്കണതിൻ്റെയൊക്കെ പ്രോസസ്സ് ചെയ്ത് വന്നേക്കണ ഡാറ്റ ഒരു മൾട്ടി ഡയമെൻഷനുള്ള ഡാറ്റ ആയിരിക്കും. അതിന് ഈ ഫ്ലാറ്റൻ ചെയ്ത് കഴിയുമ്പോൾ ഒറ്റ വെക്റ്ററാക്കി മാറും. ഇപ്പോൾ എക്സാമ്പിൾ ഇങ്ങോട്ട് വന്നതിന് 3 ഡയമെൻഷൻ ഉണ്ടാവും. ഹൈറ്റ്, വിഡ്ത്ത്, അതുപോലെ ചാനൽസ്, അങ്ങനെ പല ഡയമെൻഷൻ ഉണ്ടാവും. അതെല്ലാം പക്ഷേ ഇതിൽ നിന്ന് ഔട്ട് വരുമ്പോൾ ഒറ്റ വെക്റ്ററായിട്ടാണ് പുറത്തേക്ക് വരാം. അത് കഴിഞ്ഞ് നമ്മൾ 3 ഡെൻസ് ലെയേഴ്സാണ് ഉപയോഗിച്ചാണ്. ആക്ടിവേഷൻ റെലു, ലാസ്റ്റ് ഒരു സോഫ്റ്റ് മാക്സും ഉപയോഗിച്ചിട്ടുണ്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുള്ളത്. ഇത് ഔട്ട്പുട്ട് ലെയറാണ്. അതാണ് ഈ സോഫ്റ്റ് മാക്സ് ഉപയോഗിക്കുന്ന കാരണം. അപ്പോൾ നിങ്ങൾ ഈ ലെയറുകളുടെ പേരും അതേപോലെ പാരാമീറ്റേഴ്സും മാത്രം ഓർത്ത് വയ്ക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങൾക്കറിയാം നെറ്റ്വർക്കിൻ്റെ നമ്മൾ ഇത് എപ്പോഴും മോഡൽ ക്രിയേറ്റ് ഉപയോഗിക്കുന്ന സീക്വൻഷ്യലാണ്. അതിൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഓരോ ലെയറായിട്ട് ആഡ് ചെയ്ത് പോയാൽ മതി. ഓർത്തിരിക്കുക 2 കോൺവല്യൂഷൻ ലെയറാണുള്ളത്, 2 മാക്സ് പൂളിംഗ് ലെയറുള്ളത്. ലാസ്റ്റത്തെ 3 ഡെൻസ് ലെയറാണ്. പിന്നെ കൊടുക്കുന്നത് ഒരു ഫ്ലാറ്റൻ കൊടുക്കുന്നുണ്ട്. ഫ്ലാറ്റൻ ഞാൻ പറഞ്ഞു ഈ മാക്സ് പൂളിംഗ് കോൺവല്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലാറ്റൻ കൊടുക്കുള്ളൂ. അത് ഈ മൾട്ടിപ്പിൾ ഡയമെൻഷനുള്ളതിന് ഒറ്റ ഡയമെൻഷനാക്കാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പാരാമീറ്റേഴ്സ് നിങ്ങൾ പാരാമീറ്റർ എന്തൊക്കെയാണെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കുക. ഫിൽറ്ററിൻ്റെ സൈസ്, അതുപോലെ കേണലിൻ്റെ സൈസ്, പിന്നെ ആക്ടിവേഷൻ ഫംഗ്ഷൻ. ഫസ്റ്റത്തെ കൺവല്യൂഷനിലാകുമ്പോൾ ഇൻപുട്ട് ഷേപ്പ് കൂടി കൊടുക്കണം. ഈ മോഡലിലേക്ക് ഏത് സൈസിലുള്ള ഇൻപുട്ടാണ് ഈ മോഡൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്താണ്. ലാസ്റ്റത്തെ ഔട്ട്പുട്ട് ലെയർ ആവുന്നത് സോഫ്റ്റ് മാക്സ് ആണ്. അതും നിങ്ങൾക്കറിയാം ഇവിടെ 10 ക്ലാസ്സുള്ള ക്ലാസിഫിക്കേഷനാണ്. അതുകൊണ്ടാണ് ഈ 10 കൊടുത്താണ്. അപ്പോൾ ഇത് റൺ ചെയ്യാം.
റണ്ണായുണ്ട്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്താണ് ആർക്കിടെക്ചറിലുള്ള ഒരു മോഡൽ കമ്പൈൽ ചെയ്തെടുക്കണം. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെറ്റ്വർക്കിൽ എന്തൊക്കെ ലെയറാണ് വേണ്ടതെന്നുള്ളതെല്ലാം ഡിസൈൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ ആ മോഡൽ അങ്ങനെ ഒരു നെറ്റ്വർക്ക് മോഡൽ നമ്മൾ കമ്പൈൽ ചെയ്തെടുക്കണം. കമ്പൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അതിൽ തന്നെ പാരാമീറ്റേഴ്സാണ്. ഒപ്റ്റിമൈസേഷൻ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കണം, ലോസ് ഫംഗ്ഷൻ ഏത് ഉപയോഗിക്കണം, അതുപോലെ മെട്രിക്സ് ഏത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ അത് ഇതുപോലെ തന്നെ നിങ്ങൾ കൊടുത്താൽ മതി. ഒപ്റ്റിമൈസേഷൻ ആഡമാണ്, അതുപോലെ ലോസിന് കാറ്റഗറികൾ ക്രോസ് എൻട്രോപ്പിയും മെട്രിക്സ് ആക്യുറസി ആയിട്ട് എടുക്കുക. അങ്ങനെ മോഡൽ കമ്പൈൻ ചെയ്യാം. കമ്പൈൽ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത പരിപാടി മോഡലിനെ ട്രെയിൻ ചെയ്യാനുള്ളതാണ്. മോഡലിനെ ട്രെയിൻ ചെയ്യാൻ നിങ്ങൾക്കറിയാം ഫിറ്റ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോഡൽ ഡോട്ട് ഫിറ്റ് കൊടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ട്രെയിനിങ് ഡാറ്റ കൊടുക്കുക, എക്സ് ട്രെയിൻ, വൈ ട്രെയിൻ. പിന്നെ ഇവിടെ കൊടുക്കേണ്ട പാരാമീറ്റേഴ്സാണ് എപ്പോക്കും ബാച്ച് സൈസും മെൻഷൻ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ വാലിഡേഷൻ സ്പ്ലിറ്റും മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഇത് റണ്ണാവാൻ കുറച്ച് നേരം എടുക്കും. ഓരോ ബാച്ചായിട്ട് ഇത് ട്രെയിൻ ചെയ്യണം. ഇവിടെ നമ്മൾ ചെയ്യണത് മോഡലിനെ നമ്മൾ ഉണ്ടാക്കിയ നെറ്റ്വർക്കിലേക്ക് നമ്മുടെ ട്രെയിനിങ് ഡാറ്റ വെച്ച് ആ മോഡലിനെ ട്രെയിൻ ചെയ്യാണ്. ഇത് റണ്ണായി കഴിയുമ്പോൾ നമ്മുടെ മോഡൽ ഇതിലേക്ക് ഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഈ മോഡൽ നമ്മൾ ടെസ്റ്റ് ഡാറ്റ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യണം ഇതിൻ്റെ പെർഫോമൻസ്. അതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ഒരു മെത്തേഡ് ഉണ്ട്, ഇവാലുവേറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ്. ആ മെത്തേഡിൻ്റെ അകത്തേക്ക് നമ്മുടെ ടെസ്റ്റിങ്ങിൻ്റെ ഇമേജ് ഡാറ്റ സെറ്റും അതേപോലെ നമ്മുടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെസ്റ്റിങ്ങിൻ്റെ ലേബൽസും പാസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക് ഇത് റിട്ടേൺ ചെയ്യും. നമ്മുടെ ടെസ്റ്റിൻ്റെ ലോസ് എത്രയാണ്, അതേപോലെ ടെസ്റ്റിൻ്റെ ആക്യുറസി എത്രയാണ് റിട്ടേൺ ചെയ്യും. ഇതിൻ്റെ ഔട്ട് തന്നെ ഒരു ടപ്പിളാണ്, അതുകൊണ്ടാണ് ഇവിടെ 2 വേരിയബിളായിട്ട് കൊടുത്തത്. അപ്പോൾ ഓട്ടോമാറ്റിക് ഇത് റണ്ണായി കഴിയുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ 2 വേരിയബിളിലേക്കായിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്ത് വന്നോളും. ലോസ്റ്റ് എന്നുള്ളതിലേക്ക് ആദ്യത്തെ വേരിയബിളിലെ ലോസ് വരാം, രണ്ടാമത്തേലാണ് ആക്യുറസി വരാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ലൈനിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ആക്യുറസി പ്രിൻ്റ് ആക്കിയാണ്. ഈ എഫ് നിങ്ങൾക്കറിയാം ഫോർമാറ്റ് സ്ട്രിങ് ആക്കിയിരിക്കണതാണ്. അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആക്യുറസി പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ കിട്ടിയ ആക്യുറസി ഇൻറ്റു 100 ആണ്. അത് കഴിഞ്ഞിട്ട് ഈ 0.2f എന്തിനാ ഉപയോഗിച്ചാണെന്ന് വെച്ചാൽ ഡെസിമൽ പോയിൻറ്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്സ് മതി, അതിന് വേണ്ടിയിട്ടാണ് ഈ 0.2 ഉപയോഗിച്ചത്. അപ്പോൾ നമുക്ക് റൺ ചെയ്യാം. റണ്ണായി കഴിയുമ്പോൾ നമുക്കിവിടെ ആക്യുറസി പ്രിൻ്റ് ആയിട്ടുണ്ട്. 98.7 എന്നുള്ള ആക്യുറസി ഇവിടെ പ്രിൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്തേക്കണ പ്രഡിക്ഷൻസാണ്. ഈ ഒരു സ്റ്റെപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഈ ഒരു കേസിൽ നമ്മളിപ്പോൾ ഈ ചെയ്തേക്കണ കോഡിൽ ഈ പ്രഡിക്ഷൻ വെച്ച് നമ്മൾ ഫർദർ കാര്യങ്ങളൊന്നും ചെയ്യണില്ല. വേണമെങ്കിൽ നമുക്ക് ഈ പ്രഡിക്ഷൻ വെച്ചിട്ട് ഈ വാല്യുവേഷൻ മെഷർ ചെയ്യാം. ടെസ്റ്റിൻ്റെ ഒറിജിനൽ സംഭവം അതേപോലെ പ്രഡിക്റ്റ് ചെയ്ത ലേബലൊക്കെ വെച്ചിട്ട് നമുക്ക് വാല്യുവേറ്റ് ചെയ്യാം. പക്ഷെ അതൊന്നും നമ്മൾ ഈ കോഡിൽ ചെയ്യണില്ല. അത് കാരണം തന്നെ ഈ ഒരു സാധനം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ സംഭവം ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. കാരണം ഇവാലുവേഷന് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് ഇവാലുവേറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. അത് കാരണം തന്നെ ഈ ഒരു സംഭവം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇവാലുവേഷൻ നടത്തി ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഇമേജ് വെച്ച് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ്. അതിൻ്റെ പ്രഡിക്ഷനും ട്രൂ ലേബലും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യണം. 10 സാമ്പിൾസാണ് പ്ലോട്ട് ചെയ്ത് കാട്ടണേ. അതുകൊണ്ടാണ് n സാമ്പിൾസ് = 10 എന്ന് കൊടുത്തത്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ജസ്റ്റ് ഒരു വേരിയബിളാണെന്ന് മാത്രമേ ഉള്ളൂ. എത്ര എണ്ണം ഞാനിപ്പോൾ 10 ഇമേജിൻ്റെയാണ് പ്രിൻ്റ് അയക്കാൻ പോണേ, അതുകൊണ്ടാണ് 10 എന്ന് കൊടുത്താണ്. ഇവിടെ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ നമ്മൾ ഫിഗർ പ്ലോട്ട് ചെയ്യാൻ വേണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഫിഗറിൻ്റെ സൈസ് ഡിഫൈൻ ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം ഫിക്സ് സൈസ് വിഡ്ത്തും ഹൈറ്റാണ് ഈ സ്പെസിഫൈ ചെയ്തതാണ്. 15 വിഡ്ത്തും അതേപോലെ 6 ഹൈറ്റും. എന്നിട്ട് നമ്മളൊരു ലൂപ്പ് ക്രിയേറ്റ് ആണ്. ലൂപ്പിൽ സബ് പ്ലോട്ടുകളുടെ എണ്ണമാണ് കൊടുത്താണ്. എന്നിട്ട് ഓരോ പ്ലോട്ടിലേക്ക് ഇത് പോയി പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സബ് പ്ലോട്ട് കൊടുത്താണ്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ആ ഇമേജ് ടെസ്റ്റ് സെറ്റിൽ അതിലിരിക്കുന്നത് 1 തൊട്ടുള്ളതാണ് പോവുക, 0 തൊട്ട് 9 വരെ പോവുക ഫോർ ഐൻ റേഞ്ച് കൊടുക്കുമ്പോൾ. അപ്പോൾ 0 തൊട്ട് ഈ n സാമ്പിൾ വരെ പോകും. എന്നിട്ട് ഓരോ തവണയും ആ പൊസിഷനിലുള്ള ഇമേജ് എന്താണോ അത് പ്രിൻ്റ് ചെയ്യിക്കും. റീഷേപ്പ് കൊടുത്താണ് നിങ്ങൾക്കറിയാം ഇമേജിൻ്റെ സൈസ് 28 ആണ്. അത് തന്നെയാണ് ഇവിടെ കൊടുത്താണ്. പിന്നെ കളർ മാപ്പാണ് ഈ കൊടുത്താണ്. പാരാമീറ്റർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അതുകൊണ്ടാണ് ഗ്രേ കൊടുത്താണ്. അതിൻ്റെ ടൈറ്റിലായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ടെസ്റ്റിലെ ആ സംഭവത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ പ്രഡിക്ഷനും അതേപോലെ ഒറിജിനലി അതിൻ്റെ ലേബൽ എന്താണെന്നുള്ളതാണ് ഈ അതിൻ്റെ ടൈറ്റിലായിട്ട് വരാം. ആക്സിസ് ഓഫാണ് കൊടുത്താണ്. അതിൻ്റെ ഇടയിൽ വേറെ ആക്സിസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് റണ്ണാക്കി നോക്കാം.
ഇപ്പോൾ റണ്ണായി കഴിയുമ്പോൾ കണ്ടോ ഓരോ സബ് പ്ലോട്ടായിട്ട് തിരിച്ചിട്ട് അതിൽ തന്നെ ഓരോ ഇമേജും ഇതിൻ്റെ മുകളിൽ പ്രഡിക്റ്റഡ് ഏത് ക്ലാസ്സാണെന്നുള്ളതും അതേപോലെ അത് പ്രിൻ്റ് ചെയ്ത ക്ലാസ്സും ലേബലും പ്രിൻ്റായി വന്നിട്ടുണ്ട്. മെയിനായിട്ട് ഇതിൽ നോക്കേണ്ട കാര്യം ഈ ഒരു ഭാഗമാണ്. പിന്നെ ഇവിടെ ലേനെറ്റ് ലൈക്ക് CNN മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലൈക്ക് എന്ന് തുടങ്ങുന്ന കാരണം വേറെ ഒന്നുമല്ല, ലേനെറ്റ് എന്ന് പറഞ്ഞ ഒരു CNN-ൻ്റെ ആർക്കിടെക്ചർ ഉണ്ട്. അത് ഇതായിട്ട് സിമിലറാണ്, അത്രേ ഉള്ളൂ. സിമിലറാണ്, എക്സാക്റ്റ് സെയിം അല്ല. കാരണം അതിലും ഉപയോഗിച്ചാണ് കൺവല്യൂഷൻ ലെയർ, മാക്സ് പൂളിംഗ് ലെയർ, ആ ഒരു രീതിയിൽ തന്നെയാണ് ഉപയോഗിച്ചാണ്. അതിൽ പക്ഷേ ആക്ടിവേഷൻ സിഗ്മോയിഡ് ആണെന്ന് തോന്നുന്നത്. അങ്ങനെ എന്തോ ഡിഫറൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അതുകൊണ്ടാണ് ലേനെറ്റ് ലൈക്ക് എന്ന് പറഞ്ഞ കൊടുത്താണ്. ലേനെറ്റിനോട് സിമിലർ ആയിട്ടുള്ളൊരു നെറ്റ്വർക്കാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തെടുത്താണ്. അതിൻ്റെ ഡയമെൻഷനൊക്കെ വ്യത്യാസമുണ്ട്. അതിൽ ഇത്തിരി കൂടി 5x5 വരെ 3x3 ഉപയോഗിക്കേണ്ടതെന്ന് തോന്നണേ. അത് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി കിട്ടും. മെയിനായിട്ട് ഇതിൽ ഓർത്ത് വയ്ക്കാനുള്ള സംഭവം ഇത്രേ ഉള്ളൂ, ആ മോഡൽ ക്രിയേറ്റ് ചെയ്യേണ്ട രീതി. എന്താ വെച്ചാൽ ആദ്യം തന്നെ മോഡലിൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് ആഡ് ചെയ്താൽ മതി. ലെയർ മാത്രം ഓർത്തിരുന്നാൽ മതി. ആദ്യം ഒരു കൺവല്യൂഷൻ ലെയർ, പിന്നെ ഒരു മാക്സ് പൂളിങ്, വീണ്ടും കൺവല്യൂഷൻ, മാക്സ് പൂളിങ്, ഫ്ലാറ്റൻ ചെയ്യുക, 3 ഡെൻസ് ലെയർ ആഡ് ചെയ്യുക. ഫസ്റ്റത്തെ കൺവല്യൂഷനിൽ നമ്മൾ ഇൻപുട്ടിൻ്റെ ഷേപ്പ് കൂടി മെൻഷൻ ചെയ്യണം. ഇത്രയും ഭാഗം ഇതിൽ ഓർത്തിരിക്കേണ്ടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് വേഗം ഓർമ്മ കിട്ടും. പിന്നെ ഇതിൽ ബേസിക്കായിട്ട് വരുന്ന സ്റ്റെപ്പ് ലോഡ് ചെയ്യുക, നോർമലൈസ് ചെയ്യുക, നമ്മുടെ ലേബലിനെ 1 ഹോട്ട് ആൻഡ് കോഡ് ചെയ്യുക, പിന്നെ മോഡൽ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുക, അത് കമ്പയർ ചെയ്യുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. അതേപോലെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തപ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഇവിടെ TF ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം TF കൊടുത്തെങ്കിലും പിന്നീട് ഇവിടെ ഒന്നും അത് ഉപയോഗിച്ചില്ല. ടെൻസർ ഫ്ലോ തന്നെയാണ് വീണ്ടും വീണ്ടും ഉപയോഗിച്ചത്. ഇപ്പോൾ TF എന്നുള്ളത് ഇവിടെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ ഇല്ലെങ്കിലും ഇതിൽ പ്രശ്നമൊന്നുമില്ല, വർക്ക് ആയിക്കോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ CNN വെച്ച് ഇമേജിൻ്റെ ക്ലാസിഫിക്കേഷൻ ചെയ്തപ്പോൾ ചെയ്യാനുള്ളൂ. ഇതിൽ കോറായിട്ട് വരുന്ന ഭാഗം ഈ ഒരു സംഭവമാണ്. ഇത്രയും ഭാഗമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി.